പക്ഷേ ഇവർ BDSും MBBSും പഠിച്ച് പിന്നെ 3 മാസത്തെ 6 മാസത്തേക്ക് ഒരു കോഴ്സ് ഉണ്ടല്ലോ, ഡെർമറ്റോളജിയുടെയും കോസ്മെറ്റോളജി. ആ ക്ലിനിക്ക് പറയുന്നുണ്ട്. അപ്പോൾ ഈ സ്റ്റെറോയിഡ് എന്ന് പറഞ്ഞ സാധനം ഡോക്ടറിന് പ്രിസ്ക്രൈബ് ഇല്ലാതെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ല. അപ്പം നമ്മളൊരു സ്റ്റെറോയിഡ് നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ ഇപ്പോൾ ഡെർമഡോക്കിന്റെ സൺസ്ക്രീൻ കലങ്ങുന്നില്ല, വാട്ടർ റെസിസ്റ്റന്റ് ആണ് കേട്ടോ. ഇപ്പോൾ വൈറ്റ് കാസ്റ്റ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് രണ്ട് കയ്യിൽ ഞാൻ ടേപ്പ് ഒട്ടിച്ചിട്ട് ഇങ്ങനെ 2 സൺസ്ക്രീനും ഇട്ട് തേച്ച് നോക്കി. ഒരെണ്ണം മെൽറ്റ് ചെയ്യാൻ ഭയങ്കര പാടായിരുന്നു കേട്ടോ. ഹായ് ഗൈസ്, നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലോട്ട് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഇന്നലെ നൈറ്റ് ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തു. അറിയാലോ, കല്യാണി എന്ന് പറയുന്ന ഒരു വ്ളോഗറിൻ്റെ ഒരു സ്കിൻ കെയർ കൺസേണും അതിൻ്റെ ഭാഗമായിട്ട് ആൾ ചെയ്ത കുറച്ച് കാര്യങ്ങളൊക്കെ. അപ്പം ഞാനത് 2 കണ്ടൻറ്റ് ഞാൻ മിക്സ് ചെയ്തിട്ട് ഒരു കണ്ടൻറ്റായിട്ടാണ് ഞാൻ സംസാരിച്ചത്. അങ്ങനെ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു പ്രതീക്ഷ ഡൺ, ഇതോടുകൂടി ഈ ടോപ്പിക്ക് കഴിഞ്ഞു. ഇനി കല്യാണീൻ്റെ സൈഡിൽ നിന്ന് കല്യാണി എന്തെങ്കിലും ഒരു എക്സ്പ്ലനേഷൻ തരട്ടെ. ആ എക്സ്പ്ലനേഷൻ കേട്ട് കഴിഞ്ഞതിന് ശേഷം ഈ വീഡിയോ സംസാരിക്കാമെന്ന് കരുതിയിട്ടാണ് ഞാൻ ആ ഒരു ടോപ്പിക് അവിടെ ചവിട്ടി വെച്ചത്. എന്നാൽ എൻ്റെ ഇന്നലത്തെ വീഡിയോയുടെ താഴെ ഒരുപാട് കമൻസുകൾ, അതും പൊതുവേ കമൻസുകൾ കാര്യങ്ങളൊക്കെ വരലുണ്ട്. എന്നാൽ കുറേ പേര് ഈ ഒരു ടോപ്പിക് എത്രത്തോളം സീരിയസ് ആക്കിയിട്ടാണ് എടുത്തത്, എത്രത്തോളം ആൾക്കാർക്ക് ഇങ്ങനത്തെ കുറേ ഫാമിലി വ്ളോഗേഴ്സിൻ്റെ അടുത്ത് ഒരു നെഗറ്റീവ് ഉണ്ട്, അല്ലെങ്കിൽ ഈ ഫാമിലി വ്ളോഗേഴ്സ് സോഷ്യൽ മീഡിയയിൽ എന്തൊക്കെയാണ് വലിച്ചു വാരി കാണിക്കുന്നത്, ബ്യൂട്ടി പ്രൊമോട്ട് ചെയ്യുന്നത്, അതാക്കുന്നത് ഇതാക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ സാധനങ്ങൾ ഇങ്ങനെ കമൻസ് കണ്ടു. പിന്നെ ചില ടോപ്പിക്കുകളൊക്കെ ചെയ്ത് കഴിയുമ്പം ഞാൻ ചെയ്യുന്ന എല്ലാ ടോപ്പിക്കിനും എനിക്കങ്ങനെ മെസ്സേജസ് വരില്ല. എന്നാൽ ഇന്നലെ ഞാൻ എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ എനിക്ക് 3-4 പേര്, കറക്റ്റ് പറഞ്ഞാൽ 3-4 പേര് എനിക്ക് മെസ്സേജ് അയച്ചു. അതിൽ എൻ്റെ വീഡിയോ കണ്ടു, ഇഷ്ടപ്പെട്ടു, ചില പോയിന്റുകൾ കറക്റ്റാണ്, ഈ പോയിന്റിന് ഇതാ അഭിപ്രായം എന്നൊക്കെ പറഞ്ഞ് കുറേ വീഡിയോ ചെയ്തു. അതിൽ ഒരാൾ, ദുബായിൽ ഡോക്ടറായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാൾ എനിക്കൊരു കുറച്ച് കാര്യങ്ങൾ ഞാനുമായിട്ട് മെസ്സേജ് അയച്ചു. ഇറ്റ്സ് എ ലേഡി. പുള്ളിക്കാരി എന്നോട് കുറേ കാര്യങ്ങൾ പറഞ്ഞു, കുറേ കാര്യങ്ങൾ എന്നോട് ചോദിച്ചു, കുറേ ആളുടെ കൺസേൺസ് പറഞ്ഞു, ആളുടെ അഭിപ്രായങ്ങൾ പറഞ്ഞു, ആൾക്ക് ഹേർട്ടായത് പറഞ്ഞു. ഇതെല്ലാം പറഞ്ഞ സമയത്ത് എനിക്ക് തോന്നി ഈ ഒരു സാധനം എന്ന് വെച്ചാൽ, ബാക്കിയുള്ളവരൊക്കെ പറഞ്ഞ എൻ്റെ വീഡിയോനെ കുറിച്ചാണെങ്കിൽ ഈ ഒരു സാധനം ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് ഉള്ളതാണ്. ഈവൻ എൻ്റെ വീഡിയോ കാണുന്ന വ്യൂവേഴ്സിന്, അല്ലെങ്കിൽ കല്യാണീൻ്റെ വീഡിയോ കാണുന്ന വ്യൂവേഴ്സിന്, അല്ലെങ്കിൽ കല്യാണീനെ പോലെയുള്ള ബ്യൂട്ടി പ്രൊഡക്ട്സുകൾ പ്രൊമോട്ട് ചെയ്യുന്ന കുറേ ബ്യൂട്ടി വ്ളോഗേഴ്സിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു സാധനമാണത്. അപ്പം ഞാൻ കരുതി എന്തായാലും അതെടുത്ത് സംസാരിക്കണമെന്ന്. ഇപ്പം ഇന്നത്തെ വീഡിയോയിൽ ഞാനിത് സംസാരിച്ച സമയത്ത് ഞാൻ കല്യാണി എന്ന് പറയുന്ന വ്ളോഗറിൻ്റെ അക്കൗണ്ട് പോയി സെർച്ച് ചെയ്ത സമയത്താണ് ഊയിൻ്റെ അപ്പ ഞാൻ കുറേ സാമഗ്രികൾ കണ്ടത്. ഈ സാമഗ്രികൾ തന്നെ വേറെ പല അക്കൗണ്ടിലും ഇതിന് വേറൊരു ഫോമിലും കൂടെ കണ്ടു. അപ്പം ഇതൊക്കെ ഇങ്ങനെ വലിച്ചു വാരി കണ്ട സമയത്ത് എനിക്കൊരിക്കലും സംസാരിക്കാതിരിക്കാൻ തോന്നിയില്ല. അതുകൊണ്ട് ഞാൻ എടുക്കുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും, അതിന് കൂടെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ രേഖപ്പെടുത്താനും മറക്കരുത്. ഞാൻ ഇന്ന് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നിയിട്ടുണ്ടെങ്കിൽ, ഇങ്ങനത്തെ കുറേ വ്ളോഗേഴ്സിനെ അന്ധമായി ഇഷ്ടപ്പെടുന്ന ആരെങ്കിലുമൊക്കെ നിങ്ങളുടെ കുടുംബത്തിലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഫ്രണ്ട്സ് ലിസ്റ്റിലുണ്ടെങ്കിൽ, അവർക്കും കൂടി ഈ വീഡിയോ ഷെയർ ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. ൊന്നും വിചാരിക്കുന്നില്ലല്ലോ. പക്ഷേ ഇവർ BDSും MBBSും പഠിച്ച് പിന്നെ 3 മാസത്തെ 6 മാസത്തേക്ക് ഒരു കോഴ്സ് ഉണ്ടല്ലോ, ഡെർമറ്റോളജിയുടെയും കോസ്മെറ്റോളജിയുടെയൊക്കെ, അത് പഠിച്ചിട്ടാണ് അവിടെ ഇരിക്കുന്നതെന്നൊക്കെ നമ്മൾ വളരെ വൈകിയാണ് അറിഞ്ഞത്. ഇതെല്ലാം തിരക്കി അറിഞ്ഞു കഴിഞ്ഞപ്പോൾ BDS MBBS പഠിച്ച് കോസ്മെറ്റോളജിയുടെ ഒരു കോഴ്സും പഠിച്ച് വെറുതെ ഇരിക്കുകയാണ് എന്ന് വെച്ചാൽ, ഇവിടെ ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്റ്റ്ലി MBBS ഒന്നുമല്ല, BDS ഒന്നുമല്ല എന്നുള്ള ഒരു സാധനം ആൾ കൺവേ ചെയ്തു. ഇത് ഒരുപാട് MBBS പഠിക്കുന്ന BDS പഠിക്കുന്ന ഡോക്ടർമാരെയൊക്കെ ഇൻസൾട്ട് ചെയ്യുന്നതിന് സമാനം. അപ്പോൾ അത് തന്നെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഓഡിയോസ് കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇന്നത്തെ ഓഡിയോയിൽ എന്നോട് സംസാരിച്ചത് MBBS കഴിഞ്ഞിട്ടുള്ള ദുബായിൽ ഒരു ഡോക്ടറായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു കുട്ടിയാണ്. ആൻഡ് ആ കുട്ടി തന്നെ പറഞ്ഞു, ഡോക്ടർമാർ അല്ലെങ്കിൽ MBBS BDS ഒന്നുമല്ലാത്ത രീതിയിലാണ് കാണിച്ചത്. ആദ്യം തന്നെ ഈ സാധനത്തെ കുറിച്ചിട്ട്, ഈ MBBS എന്താണ്, BDS എന്താണ് എന്ന കാര്യത്തെക്കുറിച്ച് അറിവുണ്ടാവണമെങ്കിൽ നമുക്ക് കുറച്ച് ബുദ്ധി, വിവരം, വിവേകം, അല്ലെങ്കിൽ നോളജ്, ഈ പറയുന്ന സാധനങ്ങളൊക്കെ വേണം. ഞാനിപ്പോൾ ഒരു മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരു കൗൺസിലറാണ്. അപ്പം ഞാനും ഒരു മെഡിക്കൽ ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ പഠിച്ചത് MSW ആണ്, മാസ്റ്റേഴ്സ് ഇൻ സോഷ്യൽ വർക്കാണ്. അതിലുള്ള ഒരു സബ്ജക്റ്റ് അല്ല ഡി അഡിക്ഷൻ എന്ന് പറയുന്നത്. ഞാൻ അതിന് ശേഷം ഡി അഡിക്ഷൻ കൗൺസിലിങ്ങോ അതും ഇതൊക്കെ പഠിച്ചിട്ടാണ് ഇപ്പോൾ ഡി അഡിക്ഷൻ സെൻറ്ററിൽ ഞാൻ ഡി അഡിക്ഷൻ കൗൺസിലറായിട്ട് വർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ MBBS എന്ന് പറയുന്ന ഒരു സാധനം വളരെ എളുപ്പമായിട്ട് ഒരാൾക്ക് ചെന്ന് കപ്പലണ്ടി പോലെ വാങ്ങുന്ന ഒരു സാധനമല്ല. ഉള്ളിയും തക്കാളിയും വാങ്ങുന്നതും, അല്ലെങ്കിൽ ഇനി ഓറഞ്ച് ആപ്പിളും വാങ്ങുന്ന വീഡിയോസ് കുറേ ഇടുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ 24 മണിക്കൂറും ഡ്രസ്സ് വാങ്ങുന്ന കുറേ വീഡിയോ ഇടുന്നുണ്ട്, അല്ലെങ്കിൽ അതുപോലെ തന്നെ കുറേ കപ്പ്, പ്ലേറ്റ്, സോസർ, പെട്ടി, ചെമ്പ്, ചാന, അങ്ങനത്തെ എല്ലാ സാമഗ്രികളുമാണ്. അതുപോലെ കടയിൽ പോയി വാങ്ങിയാൽ കിട്ടുന്ന ഒരു സാധനമല്ല ഈ MBBS BDS എന്ന് പറഞ്ഞാൽ.
അത് നന്നായി പഠിക്കണം. അതിന് നല്ല ക്വാളിഫിക്കേഷൻ വേണം, ബുദ്ധി വേണം, വിവരം വേണം, വിവേകം വേണം. ഇതൊക്കെ വെച്ചാൽ മാത്രമേ 5 കൊല്ലം ഓരോ കുട്ടികളും എടുക്കുന്ന പ്രയത്നം എന്താണെന്നുള്ള അറിയാം. ആൻഡ് ഇതിൽ അത്രത്തോളം താല്പര്യമുള്ള ആൾക്കാരാണ് പൊതുവെ ഡോക്ടർ ഫീൽഡിലോട്ട് പോവുക. അല്ലാണ്ട് ഇതുമായിട്ട് ഒരു താല്പര്യം ഒരു ഇഷ്ടവും ഇല്ലാത്ത ഒരാളൊന്നും ഈ ഫീൽഡിൽ പോവില്ല. അത്രയ്ക്ക് പഠിക്കാനുണ്ട്, തല കുത്തി മറിയാനുണ്ട്. എൻ്റെ ഒരു അനിയത്തി ഇപ്പോൾ കറൻ്റ് BDS പഠിക്കുകയാണ്. അവൾ നീറ്റ് എഴുതി കിട്ടിയിട്ടുള്ള മോളാണ്. അവൾ ഞങ്ങളുടെ ഫാമിലിയിൽ റീസെൻ്റ്ലി ഉണ്ടായിരുന്ന ഒരു കല്യാണ ഫംഗ്ഷന്, കല്യാണത്തിൻ്റെ തലേ ദിവസം അവൾ പരിപാടി നടക്കുന്നതിനിടയിൽ അവൾ മാറി നിന്നിരുന്ന് അവൾ പഠിക്കുക. കാരണം അത് കഴിഞ്ഞ് 3-ാം ദിവസം അവൾക്ക് ഇൻറ്റേർണൽ എക്സാമാണ്. അപ്പോൾ അവൾ തന്നെ എന്നോട് പറയും, ചേച്ചി ഇത്ര പഠിക്കാനുണ്ട്, ഈ പോർഷൻ കംപ്ലീറ്റഡ് അല്ല, എനിക്ക് ടെൻഷൻ ആവുന്നവൾ ലിറ്ററലി സെയിങ് ആൾ കരയായിരുന്നു, എൻ്റെ സിസ്റ്റർ വർഷ എന്ന് പറയുന്നത്. അപ്പം ഞാൻ പുള്ളിക്കാരിയോട് പറഞ്ഞാൽ കോൺഫിഡൻ്റ് ആവും, പറ്റും, പക്ഷേ ചേച്ചി ഉദ്ദേശിക്കുന്ന പോലെ അത്രയാണ്. കാരണം അത്രത്തോളം പഠിച്ച് അത്രത്തോളം വർക്ക് ചെയ്ത് ട്രെയിനിങ് എടുത്തിട്ടാണ് ഇവരൊരു ഫീൽഡിലോട്ട് ഇറങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ഈ MBBS BDS എന്ന് പറഞ്ഞാൽ ഒരു മാങ്ങാണ്ടിയും അല്ല എന്നുള്ള കല്യാണീൻ്റെ ഈ ആറ്റിറ്റ്യൂഡ് ഫസ്റ്റ് മാറ്റണമായിരുന്നു. കഴിഞ്ഞ വീഡിയോയിൽ എൻ്റെ പ്രൈമറി ഫോക്കസ് പോയത് ആ ഹോസ്പിറ്റൽ അത് ഇത് ആയതുകൊണ്ട് ഈ ഒരു സാധനം ഞാൻ പറയാൻ വിട്ടുപോയി. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഓരോ വിദ്യാഭ്യാസത്തിനും ഓരോ ക്ലാസ്സിനും അതിൻ്റെതായ ഇതുണ്ട്. 1-ാം ക്ലാസ് പഠിക്കുന്ന അല്ലെങ്കിൽ 2-ാം ക്ലാസ് പഠിക്കുന്ന കല്യാണിയുടെ മകൻ്റെ ബുക്ക് എടുത്ത് വെച്ചിട്ട് ഇവൻ ഇത്രയും പഠിക്കാനുണ്ട്, ഇവനത് പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ സിസ്റ്റർ എടുത്ത് ട്യൂഷന് വിടുന്നു, അവന് വേണ്ട ബുക്ക്, പെൻസിൽ, റബ്ബർ, കട്ടർ, സ്കെയിൽ കാര്യങ്ങൾ വേണം. അപ്പോൾ 1-ാം ക്ലാസ്സിൽ ഒരു മോന് ഇത്രയും പഠിക്കാനുണ്ട്, ആ കാര്യത്തിന് ഇത്രയും എഫോർട്ട് നിങ്ങൾ ഇടുന്നുണ്ടെങ്കിൽ ഒരു MBBS BDS പഠിക്കുന്ന കുട്ടി എത്രത്തോളം പഠിക്കാനുണ്ടാവും, എത്രത്തോളം എഫോർട്ട് ഇടുന്നുണ്ടാവും, എത്രത്തോളം പേയ്മെൻറ്റ് അവർക്ക് വേണ്ടി വരും, എത്രത്തോളം അസൈൻമെൻറ്റ് ഉണ്ട്, പ്രൊജക്റ്റ് ഉണ്ട്, ഇൻറ്റേർണൽ എക്സാം ഉണ്ട്, അല്ലാണ്ട് എക്സാം ഉണ്ട്, വൈവേ ഉണ്ട്, വർക്ക് ഉണ്ട്, എന്താണ് ട്രെയിനിങ് ഉണ്ട്, ഇൻറ്റേൺഷിപ്പ് ഉണ്ട്. ഇതിനെക്കുറിച്ചിട്ടൊക്കെ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? അപ്പോൾ ഇതൊരു ചെറിയ കാര്യമല്ല. MBBS പഠിച്ച് അവിടെ ഇരിക്കുക, BDS പഠിച്ചിരിക്കുക, ഇവക്കൊക്കെ എന്തറിയാം, ഇതൊരു ചെറിയ കാര്യമല്ല. ആൻഡ് നിങ്ങൾ ആ സ്ഥാപനത്തിൽ ചെന്നിട്ട് ഇവരുടെ എല്ലാവരുടെയും എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റും എടുത്തിട്ട് വിലയിരുത്തിയോ? ആ വിലയിരുത്തിയിട്ടുള്ള ബേസിസിലാണോ നിങ്ങൾ ഈ കാര്യം സംസാരിക്കുന്നത്? അതുകൊണ്ട് തന്നെ ഒരു കോഴ്സിന് ഒന്നുമല്ലാണ്ടാക്കി പറയുന്ന ഈ ഒരു സാധനം എനിക്ക് ഒട്ടും ഡൈജസ്റ്റ് ആയില്ല. അത് ഈ ഒരു പാർട്ട് എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ മെൻഷൻ ചെയ്യാത്തത് കൊണ്ടാണ് ഇപ്പോൾ ഒരു പീസ് എടുത്ത് വെച്ച് സംസാരിക്കുന്നത്. അപ്പം നമുക്ക് എൻ്റെ ആ ഒരു ചാറ്റിലോട്ട് പോകാം. ഞാൻ ആ ചാറ്റ് ഇവിടെ സൈഡ് കൊടുക്കാം. ഞാൻ ആ കുട്ടിയുടെ പേര് കാര്യങ്ങളൊന്നും മെൻഷൻ ചെയ്യുന്നില്ല. ഒരു ഡോക്ടറാണ്, ഞാൻ ആളുമായിട്ട് സംസാരിച്ചു, ജെനുവിൻ പ്രൊഫൈലാണ് കേട്ടോ. അപ്പോൾ ആളെനിക്ക് അയച്ച മെസ്സേജ് ഇതാണ്: ഹായ്, ഐ ജസ്റ്റ് സോ യുവർ വീഡിയോ ഓൺ മൈ വേ ബൈ കല്യാണി. Just wanted to add another point when you make a video. She said their treatment didn't work in 8 months. There were other products she was applying and promoting in her YouTube channel. So how can she say it is the clinic fault? I am putting down 2 links for your reference. If you go back, there will be more. Don't have time enough to go through it. അപ്പോൾ ഈ പുള്ളിക്കാരി ഇത്രയാണ് പറഞ്ഞത്. 8 മാസമായി ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നുണ്ട് എന്നുള്ള, ഈ കല്യാണി 8 മാസമായി ആ ക്ലിനിക്കിൽ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നുണ്ട് എന്നുള്ള കാര്യം ആ ക്ലിനിക്കിലുള്ള ഒരാൾ പറഞ്ഞു. ഈ കഴിഞ്ഞ 8 മാസത്തിനിടയിൽ ഈ പർട്ടിക്കുലർ ഈ പുള്ളിക്കാരിയുടെ സ്കിന്നിൽ ഒരുപാട് പ്രൊഡക്റ്റുകൾ ട്രൈ ചെയ്തിട്ടുണ്ട്. ഈ ട്രൈ ഔട്ട് ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റുകൾ കാരണം ചിലപ്പോൾ സ്കിന്നിൻ്റെ അസുഖം മാറാണ്ട് നിന്നൂടെ എന്നാണ് ചോദിച്ചത്. ചോദ്യമല്ലേടാ. ആളെന്തിനാണ് ട്രീറ്റ്മെൻറ്റ് പോയത്? എന്തോ ഒരു സ്റ്റിറോയിഡ് ക്രീം യൂസ് ചെയ്തതിൻ്റെ ഭാഗമായി സ്കിന്നിലുണ്ടായിട്ടുള്ള പിഗ്മെൻറ്റേഷനാണ്. ആൻഡ് ഈ സ്റ്റിറോയിഡ് ക്രീം ആളോട് സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞു. എന്നിട്ട് ആൾ അവിടെ ട്രീറ്റ്മെൻറ്റ് എടുക്കുക. ആ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ ഒരുപാട് പ്രൊഡക്റ്റുകൾ ആൾ വലിച്ചു വാരി പ്രൊമോട്ട് ചെയ്യുക. ആൻഡ് പ്രൊമോട്ട് ചെയ്യുന്ന സമയം തന്നെ ജസ്റ്റ് ക്രീം കാണിക്കല്ല, ആ ക്രീം ഫേസിലും ബോഡീൻ്റെ പല ഭാഗങ്ങളിലിട്ട് വെയിലത്ത് പോവുക, അപ്പുറത്ത് പോവുക, ഇപ്പുറത്ത് പോവുക, ഈ തരത്തിലുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുമ്പം ഡോക്ടർ തരുന്ന മരുന്നിന് ഓപ്പോസിറ്റായ രീതിയിലാണ് ഈ ക്രീം നിൽക്കുന്നതെങ്കിൽ ഈ ക്രീമും ഡോക്ടർ ക്രീമും കൂടെ അതിൽ വരുന്ന സമയത്ത് അത് ബോഡിയിൽ സൈഡ് എഫക്റ്റ് ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലല്ലേ? അപ്പോൾ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന ആ ഫേസിലെങ്കിലും ഇവർക്ക് ഇങ്ങനത്തെ തരത്തിലുള്ള പ്രൊഡക്റ്റ് സ്റ്റോപ്പ് ചെയ്തൂടെ? ഒരു പോയിൻ്റാണ് ഈ ഡോക്ടർ ചോദിച്ചിട്ടുള്ളത്, ഒരു വാലിഡ് പോയിൻ്റാണ്. കാരണം ഞാനും ആലോചിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ എൻ്റെ സ്കിൻ കൺസേണുമായി ബന്ധപ്പെട്ടിട്ട് ഞാനൊരു ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ഡോക്ടറെ കാണിക്കാൻ മുമ്പ് ഡോക്ടർ പറയും എന്തൊക്കെ പ്രൊഡക്റ്റാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. ഞാൻ ഇന്ന പ്രൊഡക്റ്റ് പറയുമ്പോൾ എന്നോട് പറയും ഈ പ്രൊഡക്റ്റ് ഒന്നും ഇപ്പോൾ യൂസ് ചെയ്യാൻ പാടില്ല, ഞാൻ തരുന്ന പ്രൊഡക്റ്റ് അമ്മയെ കുറച്ച് കാലം യൂസ് ചെയ്യും, അതിന് ശേഷം മാത്രം ബാക്കി നമുക്ക് ആലോചിച്ച് ഈ പ്രൊഡക്റ്റിനെ പറ്റി തീരുമാനിക്കാമെന്ന് പറഞ്ഞാൽ എൻ്റെ കുറേ പ്രൊഡക്റ്റുകൾ ഞാൻ എൻ്റെ അമ്മയ്ക്ക് എടുത്ത് കൊടുത്തിട്ടുണ്ട്. കാരണം എക്സ്പയറി കഴിയരുതല്ലോ. എന്നിട്ട് ഞാൻ ആ ഡോക്ടർ തന്ന പ്രൊഡക്റ്റ് മാത്രമേ യൂസ് ചെയ്തേ. ഈ ഡോക്ടർ തരുന്ന പ്രൊഡക്റ്റിനിടയിൽ ഇങ്ങനത്തെ ഓരോന്ന് വലിച്ചു വാരി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? അങ്ങനെയുള്ളൊരു സാധനം എൻ്റെ മനസ്സിൽ കയറിയ സമയത്ത് ഞാൻ ജസ്റ്റ് കല്യാണിയുടെ അക്കൗണ്ട് ഒന്ന് എടുത്ത് സെർച്ച് ചെയ്ത സമയത്ത് ഞാൻ കുറേ വീഡിയോസ് കണ്ടു. കഴിഞ്ഞ 8 മാസത്തിൻ്റെ ഉള്ളിലുള്ള കല്യാണീൻ്റെ അക്കൗണ്ടിൽ കല്യാണി ഷെയർ ചെയ്തിട്ടുള്ള ഓരോ പ്രൊഡക്റ്റുകളുടെ വീഡിയോസ്. ഞാൻ
കറക്റ്റ് പറയുകയാണെങ്കിൽ 1 2 3 4 5 6 7 8 വീഡിയോസേ ഞാൻ റെക്കോർഡ് ചെയ്തെടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് 8 വീഡിയോസേ ഞാൻ റെക്കോർഡ് ചെയ്തെടുത്തിട്ടുള്ളൂ. ഇനിയും ഒരുപാട് വീഡിയോസ് ഉണ്ട്. കാരണം ഇവരൊക്കെ ഒരു ദിവസം തന്നെ 1-2 ഷോർട്സ് ഇടുന്ന ആൾക്കാരാണ്. അപ്പോൾ ഈ 8 മാസം കൊണ്ട് ഒരു 2 ഷോർട്സ് ഇത് ഇടുകയാണെങ്കിൽ തന്നെ എത്ര ഷോർട്സ് ഇവർ അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും. അതും ഈ കല്യാണീൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വേറെന്തോ കാണിച്ച് വേറെന്തിലോട്ടോ പോവുക ചെയ്യുക. ഫോർ എക്സാമ്പിൾ അപ്പുക്കുട്ടന് ചോറിന് മീൻ വറുത്തത് ഉണ്ടാക്കുന്നത് കാണിച്ചിട്ട് ക്രീമിലോട്ട് പോകുന്ന ഒരു പരിപാടിയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇത് ഇരുന്ന് കാണുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാണ്. പിന്നെ അതുപോലെ തന്നെ എനിക്ക് ഈ പുള്ളിക്കാരിയുടെ ഒരു വർത്താനവും സ്റ്റൈലും ടോണും എനിക്ക് തീരെ ഇഷ്ടമല്ല. സീരിയസ്ലി എനിക്ക് കാണുമ്പോൾ തന്നെ ഇങ്ങനെ അയ്യോ തലയിൽ 2 കല്ല് വെച്ച പോലെയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇരുന്ന് റെഫർ ചെയ്തിട്ടില്ല. പക്ഷെ ഞാൻ കണ്ടിട്ടുള്ള അല്ലെങ്കിൽ ഞാൻ ഇതിൽ ശ്രദ്ധിച്ചിട്ടുള്ള കുറച്ച് വീഡിയോസ് കാര്യങ്ങൾ ഈ സൈഡിൽ കൂടെ നിങ്ങൾ കാണിച്ചു തരാം. നമുക്ക് ഓരോന്ന് വിധം നോക്കാം കേട്ടോ. അതിൽ ഒരു വീഡിയോ. സ്കൂള് തുറക്കണേ. അയ്യോ വിടൂ, സ്കൂൾ തുറക്കണ്ട. വിടൂ, ഞാൻ 10 മാസം കൊടുത്താ സ്കൂൾ അടച്ച മിക്ക വീടുകളുടെ അവസ്ഥ ഇതാണെന്ന് എനിക്കറിയാം. അതവിടെ നിൽക്കട്ടെ, നമുക്കിന്ന് റിസപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിനൊരു ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യാം കേട്ടോ. ഡ്രസ്സ് ഞാൻ ഈ ബ്ലാക്ക് ആണ് ഇടുന്നത്. പുറത്ത് ഒന്നാമതേ ചൂടാണ്. പക്ഷേ കുഴപ്പമില്ല. സ്കിൻ കെയറിൻ്റെ കാര്യത്തിൽ ഞാനാണെങ്കിൽ ഡെർമഡോക്കിൻ്റെ പീച്ച് ടിൻറ്റഡ് സൺസ്ക്രീൻ ആണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഇതിലെ പീച്ച് ടിൻറ്റഡ് ഉണ്ടല്ലോ, അത് ഇൻസ്റ്റന്റ് ആയിട്ട് നമ്മുടെ ഡൾ സ്കിന്നിനെ ഒന്ന് ബ്രൈറ്റൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. പിന്നെ ഉണ്ടല്ലോ വൈറ്റ് കാസ്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല, നാച്ചുറൽ ആയിട്ടൊരു ഗ്ലോ തരും. ഇതിൽ SPF 50 PA 3+ ഉണ്ട് കേട്ടോ. മാത്രമല്ല UV പ്രൊട്ടക്ഷൻ ഉണ്ടായതുകൊണ്ട് തന്നെ ഹാംഫുൾ ആയിട്ടുള്ള UV റേസിൽ നിന്ന് നമുക്ക് പ്രൊട്ടക്ഷൻ തരും. 4% നയാസിനമൈഡ് ഉണ്ടാണ്ട് സ്കിൻ ടെക്സ്ചർ ഇംപ്രൂവ് ചെയ്തിട്ട് സ്കിൻ ബാരിയറിനെ അടിപൊളിയായിട്ട്. ഇത് ഒരു വീഡിയോ, ഇത് സൺസ്ക്രീൻ്റെ വീഡിയോ. ഓക്കെ, ആളുടെ ചാനലിൽ വന്ന രണ്ടാമത്തെ വീഡിയോ. ചിലപ്പോൾ മഴ പെയ്താലോ, അതുകൊണ്ട് മുളകും മല്ലിയൊക്കെ ഉണക്കുന്ന തത്രപ്പാടിലാണ് കേട്ടോ. കയറി ഇറങ്ങി ഞാനൊരു പരുവായിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞ തവണ കുപ്പി നിലപാടേ വീണപ്പോൾ തൊട്ട് ഞാൻ വിചാരിക്കുകയാണ് ഇത്തവണ പ്ലാസ്റ്റിക് കുപ്പിയിൽ ഞാൻ ഇതൊക്കെ ഇട്ട് വെക്കത്തുള്ളൂ കേട്ടോ. അങ്ങനെ 3 കിലോ മല്ലി 3 കിലോ മുളകുമാണ് ഈ മുളക്കുന്നത്. വലിയ ഉണ്ട മുളക് നോക്കി കേട്ടോ ഞാൻ വാങ്ങിച്ചേക്കുന്നത്. പക്ഷേ എരിയില്ല. അങ്ങനെ ഓട്ടി പെരക്കകത്തോട്ട് കയറി മുടിയെല്ലാം കൂടെ വാരിക്കെട്ടി വെച്ചിട്ട് ഫോക്സ്ടെയിലിന്റെ സ്കിൻ റേഡിയൻസ് മാസ്ക് ആണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഇൻസ്റ്റന്റ് ആയിട്ട് സ്കിന്നിന് ഒരു ഫ്രഷ് ലുക്ക് തരാൻ അടിപൊളിയാണ്. നമ്മുടെ ടാനൊക്കെ പെട്ടെന്ന് അങ്ങ് മാറി കിട്ടും. സലൂണിൽ പോകേണ്ട കാര്യമില്ല കേട്ടോ. ഇത് അപ്ലൈ ചെയ്ത് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്ന് നല്ല ഹൈഡ്രേറ്റഡ് ആക്കി വെക്കും. 10 മിനിറ്റ് കഴിഞ്ഞ് മാസ്ക് വാഷ് ചെയ്യാവൂ കേട്ടോ. 10 മിനിറ്റ് 15 മിനിറ്റ് നമ്മൾ സ്കിന്നിൽ അത് വെച്ചിരിക്കണം. ആ സമയത്ത് ഞാൻ ഈ ബുക്ക് എടുത്ത് വായിച്ചു കേട്ടോ. ഇത് രണ്ടാമത്തെ വീഡിയോ. ഇത് മാസ്കിൻ്റെ വീഡിയോ ആണ്. നിങ്ങൾ കണ്ടറിയാം, ഒരു ഫോക്സ്ടെയിലിൻ്റെ ഒരു മാസ്ക് ആണ്. അത് ഫേസ് കംപ്ലീറ്റ് ആൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തത് പോകുന്നത് മുടി കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതെന്റെ സ്ഥിരം കലാപരിപാടിയാണ്. അപ്പോൾ പോകുന്നതിന് മുമ്പ് ഞാൻ ഒരുപാട് സൺസ്ക്രീൻ ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലും എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ളത് സീക്ക സൺസ്ക്രീൻ ആണ്. ഈ സൺസ്ക്രീനിന് പർപ്പിളിൽ 4.2+ റേറ്റിംഗും ഉണ്ട്. പിന്നെ യൂസ് ചെയ്തവരെല്ലാം നല്ല റിവ്യൂസ് ആണ് പോസ്റ്റ് ചെയ്തേക്കുന്നത്. പിന്നെ ഈ ഒരു സൺസ്ക്രീൻ നമ്മളെ സൺ ഡാമേജിൽ നിന്നും സണ്ണിൽ നിന്ന് ടാൻ ആവുന്നതും ഡൾനെസ്സിൽ നിന്നും ഒക്കെ പ്രിവെന്റ് ചെയ്യും കേട്ടോ. 200 രൂപയ്ക്കകത്ത് ഇത്രയും നല്ലൊരു സൺസ്ക്രീൻ എന്റെ അറിവിലില്ല. നോൺ ഗ്രീസി ആണ്, ഒട്ടും തന്നെ മണോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ ഒട്ടും തന്നെ വൈറ്റ് കാസ്റ്റോ കാര്യങ്ങളോ ഒന്നും തരത്തില്ല കേട്ടോ. ഇതിൽ SPF 50 PA 4+ ഉണ്ട്. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. പെട്ടെന്ന് തന്നെ സ്കിന്നുമായിട്ട് അബ്സോർബ് ആയിക്കോളും. എല്ലാ സീസണിലും പറ്റിയ സൺസ്ക്രീൻ. ഇതാളുടെ പേജിൽ ആള് പ്രൊമോട്ട് ചെയ്തിട്ടുള്ള അടുത്ത സൺസ്ക്രീൻ. ഓക്കെ, നിക്ക് ഒരു വീഡിയോ കൂടെ. മുട്ട പൊരിക്കാൻ നേരത്തെ ഇതുപോലെ കാണിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? എൻ്റെ കയ്യിൽ നിന്ന് പലപ്പോഴും താഴെ വീണിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ കറക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇന്ന് വലിയ ഫുഡൊന്നും ഇല്ല, അച്ചാറും മുട്ടയും നാരങ്ങയേ ഉള്ളൂ കേട്ടോ. അമ്മയാണെങ്കിൽ ബിഗ് ബോസ് കണ്ടിരുന്ന് ചിരിയോട് ചിരിയാണ്. ചോറിൻ്റെ ഒരു ആപ്പിൾ നിന്നുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ ഒരു പരീക്ഷണം ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഒരു ആപ്പിൾ 2 മുറിച്ചിട്ട് ഞാൻ ഡെർമഡോക്കിൻ്റെ അൾട്രാ വയലറ്റ് സൺസ്ക്രീൻ 4% നയാസിനമൈഡ് ഉള്ളത് ഒരു സൈഡിലും മറ്റൊരിടത്ത് വേറെ സൺസ്ക്രീൻ തേച്ച് വെയിലത്ത് ഉണക്കാൻ വേണ്ടി വെച്ച് കേട്ടോ. അപ്പോൾ രണ്ടാമത്തെ പരീക്ഷണം വാട്ടർ റെസിസ്റ്റന്റ് ആണോ എന്ന് അറിയാൻ വേണ്ടി ഒരെണ്ണത്തിൽ ഡെർമഡോക്കിൻ്റെ മറ്റേതിൽ വേറൊരു സൺസ്ക്രീൻ ഇട്ട് കലക്കി നോക്കിയപ്പോൾ ഡെർമഡോക്കിൻ്റെ സൺസ്ക്രീൻ കലങ്ങുന്നില്ല, വാട്ടർ റെസിസ്റ്റന്റ് ആണ് കേട്ടോ. ഇപ്പോൾ വൈറ്റ് കാസ്റ്റ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് 2 കയ്യിലും ഞാൻ ടേപ്പ് ഒട്ടിച്ചിട്ട് ഇങ്ങനെ 2 സൺസ്ക്രീനും ഇട്ട് തേച്ച് നോക്കി. ഒരെണ്ണം മെൽറ്റ് ചെയ്യാൻ ഭയങ്കര പാടായിരുന്നു കേട്ടോ. നമുക്ക് വിസിബിൾ ആയിട്ട് കാണാൻ പറ്റും. ഡെർമഡോക്കിന് വൈറ്റ് കാസ്റ്റും ഇല്ല. ഇനി കുറച്ച് നേരം വെയിലത്ത് തന്നെ കുറച്ച് നേരം ഒന്ന് നിൽക്കാന്ന് വിചാരിച്ചിട്ട് 2 കയ്യിലും തേച്ചിട്ട് ഞാൻ നമ്മുടെ പപ്പിക്കുട്ടനെ ഇറക്കി വിട്ട് കളിയായിരുന്നു. അവനാണെങ്കിൽ ഇപ്പം കടി കുറച്ച് കുറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പെട്ടെന്ന് തന്നെ ഞാൻ അകത്ത് വന്ന് നോക്കി കഴിഞ്ഞപ്പോൾ ചെറിയ വ്യത്യാസം നിങ്ങൾക്ക് കാണാൻ പറ്റും. നോർമൽ സൺസ്ക്രീനിന് ഒരു വ്യത്യാസമില്ല. നമ്മുടെ ഡെർമഡോക്കിന്റെ സൺസ്ക്രീനിന് ഞാൻ കുറച്ച് നേരം വെയിലത്ത് നിന്നതിന്റെ റിസൾട്ടാണ് ഈ കാണുന്നത്. അപ്പൊ പുറത്ത് വെച്ച ആപ്പിളിന്റെ സൈഡിലും നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിപ്പുണ്ട് കേട്ടോ. വലിയ വ്യത്യാസങ്ങളൊന്നും വന്നിട്ടില്ല. നമുക്കിത് ഫേസിൽ ഇടുമ്പോൾ ഒരു ഇൻസ്റ്റന്റ് ഗ്ലോ ആണ് വരുന്നത്. ഈ ഒരു സൺസ്ക്രീനിലെ പർപ്പിൾ കളർ നമ്മുടെ ഇന്ത്യൻ സ്കിന്റെ യെല്ലോ കളർ ന്യൂട്രലൈസ് ചെയ്തിട്ട് നമുക്ക് അടിപൊളി ഒരു ഗ്ലോ തരും. ഒരുപോലെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും യൂസ് ചെയ്യാം. SPF 50 ഉണ്ട്. ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആണ്. QR കോഡ് ഞാൻ മോളിൽ കൊടുത്തേക്കാം. ടാറ്റ ബബ്ബൈസ്. ഇത് അടുത്ത സൺസ്ക്രീൻ. നിക്ക് ഒരു വീഡിയോ കൂടെ പോവാന്ന് വിചാരിച്ചത്. അങ്ങനെ രാവിലെ എഴുന്നേറ്റ് മുഖമൊക്കെ കഴുകി പല്ലൊക്കെ തേച്ച് കഴിഞ്ഞപ്പോഴാണ് മുഖത്തൊരു ഇച്ചിരി ഗ്ലോ ഇല്ലല്ലോ എന്ന് മനസ്സിലായത്. അപ്പൊ പിന്നെ ഞാൻ ഗുഡ് വൈബ്സിന്റെ ഗോൾഡ് പീൽ ഓഫ് മാസ്ക് ഉപയോഗിച്ചിട്ട് ഇൻസ്റ്റന്റ് ആയിട്ട് ഒരു ഗ്ലോ ഉണ്ടാക്കി എടുക്കാന്ന് വിചാരിച്ചിട്ട് അതിങ്ങനെ ഫേസിൽ അപ്ലൈ ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് എങ്കിൽ പിന്നെ ഫേസിന്റെ അപ്പുറത്തെ സൈഡിൽ നമുക്ക് വേറൊരു ബ്രാൻഡിന്റെ പീൽ ഓഫ് മാസ്ക് യൂസ് ചെയ്യാന്ന് വിചാരിച്ചിട്ട് ഞാൻ അപ്പുറത്തെ സൈഡിൽ വേറൊരു ബ്രാൻഡിന്റെ പീൽ ഓഫ് മാസ്ക് അപ്ലൈ ചെയ്ത് കേട്ടോ. എന്നിട്ട് ഞാനൊരു 10 മിനിറ്റ് 15 മിനിറ്റ് ഞാനിങ്ങനെ TV ഒക്കെ കണ്ട് ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ കറങ്ങി നടന്നു. അപ്പുക്കുട്ടൻ്റെ ഇത് വലിച്ചെടുക്കാന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ അടുപ്പിച്ചില്ല കേട്ടോ.
കേട്ടോ. അങ്ങനെ ഞാൻ ആദ്യം നമ്മുടെ ഗുഡ് വൈബ്സിന്റെ പീൽ ഓഫ് മാസ്ക് ഇങ്ങനെ വലിച്ചിളക്കി കേട്ടോ. ഇതിന് പെയിനോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മുടെ മുഖത്ത് കുഞ്ഞു കുഞ്ഞു ബ്ലാക്ക് ഹെഡും വൈറ്റ് ഹെഡും ഒക്കെ ഉണ്ടെങ്കിൽ അതിന്റെ കൂട്ടത്തിൽ ഇതിങ്ങ് പോന്നോളും. പിന്നെ നമ്മുടെ കുഞ്ഞു മുടികളും ഇതിന്റെ കൂട്ടത്തിൽ ഇങ്ങ് പോന്നോളും കേട്ടോ. ആ ഒരു സൈഡിൽ നല്ലൊരു ഗ്ലോ നമുക്ക് തോന്നും. ഇനി അടുത്തത് നമ്മുടെ അതർ ബ്രാൻഡിന്റെ ഞാനിങ്ങനെ വലിച്ചിളക്കിയപ്പം അത് ഇതുപോലെ ഇങ്ങനെ ഇളകി വന്നില്ല കേട്ടോ. ഇങ്ങനെ പാച്ചിയായിട്ട് ഇങ്ങനെ ഇളകി പോവായിരുന്നു. പിന്നെ ഇത് ഉണങ്ങിയിട്ടില്ലായിരുന്നു. കാരണം ഇത് ഒരുപാട് സമയം എടുക്കുമെന്ന് തോന്നുന്നു ഉണങ്ങാൻ. കവിളത്തൊക്കെ ഇങ്ങനെ ഒട്ടി ഇരിക്കുകയായിരുന്നു. പിന്നെ ഞാൻ അത് തേച്ച് മാക്കി ഇളക്കി കളഞ്ഞു. നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും ഇപ്പുറത്തെ സൈഡിലാട്ടോ എനിക്ക് ഏറ്റവും കൂടുതൽ ഗ്ലോ വന്നേക്കുന്നത്. ഗുഡ് വൈബ്സിന്റെ സൈഡിൽ നല്ല ഗ്ലോ ഒക്കെ വന്നിട്ടുണ്ട്. ശേഷം ഞാൻ ഫേസിന്റെ അപ്പുറത്തെ സൈഡിലും ഗുഡ് വൈബ്സ് തന്നെ ഇട്ട് ഉണക്കി അതും വലിച്ചിളക്കി കളഞ്ഞു കേട്ടോ. എന്നിട്ട് കുളിച്ചിട്ട് വന്നപ്പോഴത്തേന് ഇതാ നല്ലൊരു ഗ്ലോ. ഈ ഡ്രസ്സൊക്കെ ചെയ്തു. ഇനി മേക്കപ്പിനായിട്ട് ഞാൻ NYBയുടെ സ്ട്രോ ക്രീം എടുത്ത് ഫേസിൽ ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ കൊടുത്തു. നല്ലൊരു ഗ്ലോ കിട്ടും കേട്ടോ ഇത് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ. അത് കഴിഞ്ഞിട്ട് ഞാൻ 3-in-1 ഫൗണ്ടേഷൻ എടുത്തു കേട്ടോ NYBയുടെ തന്നെ. എന്നിട്ട് അതും ഡോട്ടായിട്ട് ഇട്ട് കൊടുത്തു. അപ്പോൾ തന്നെ ഒരു നല്ല ഫിനിഷാണ് കേട്ടോ. ഇനി ഫേസിൽ ഒന്നും ഇടേണ്ട കാര്യമില്ല. ലുക്ക് ഫിനിഷ് ആവാൻ വേണ്ടിയിട്ട് ലിപ്സ്റ്റിക് ഇടണം. അതിന് കാരണം ഡാൻസിന് പോകണം, ഇല്ലെങ്കിൽ സിച്ചട്ടൻ്റെ കയ്യിൽ നിന്ന് തെറി കിട്ടും. അപ്പം ഞാൻ കാർമസിയുടെ റീസ്റ്റോർ അണ്ടർആം സ്പ്രേ ആട്ടോ യൂസ് ചെയ്യുന്നത്. കഴുത്തിൽ, കൈമുട്ടിൽ, എവിടെ ഈ കയ്യൻ്റെ ഒക്കെ മുട്ടുണ്ടല്ലോ അത്, കാൽമുട്ടിൽ, നമ്മുടെ അണ്ടർ ആംസിൽ, ഇവിടെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. ഞാൻ ഇത്രയേ കാണിക്കുന്നുള്ളൂ. ആ അക്കൗണ്ടിലെ വീഡിയോസിൻ്റെ ഒരു കുറച്ച് പെർസെൻറ്റേജ് ഓഫ് വീഡിയോസ് മാത്രമേ ഞാൻ കാണിച്ചിട്ടുള്ളൂ. അപ്പം ഞാൻ ഇതിൽ ആളുടെ ഫേസിൻ്റെ ഭാഗം ബ്ലർ ചെയ്ത് എന്താണെന്ന് വെച്ചാൽ, എന്തായാലും ഈ വീഡിയോ കയറുന്നുണ്ടെങ്കിൽ ഒരു കോപ്പിറൈറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഫേസ് അങ്ങ് ബ്ലർ ചെയ്തിട്ട് കൊടുക്കാം എന്നുള്ള കരുതിയിട്ടാണ് ബ്ലർ ചെയ്ത് കൊടുത്തത്. ഈ സൗണ്ടിൽ നിന്നോ അതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് ഏതാ വ്യക്തി എന്നുള്ളത് മനസ്സിലായി എന്നാണ് എൻ്റെ ഇപ്പോഴത്തെ ഒരു നിഗമനം. അപ്പം ഇതിൽ എനിക്ക് പറയാനുള്ളത് 3 കാര്യങ്ങളാണ്. അതിൽ ആദ്യത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, 8 മാസമായി സ്കിൻ കൺസേണിന് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന ഒരു വ്യക്തി. ഈ 8 മാസം കൊണ്ട് ചെയ്തിട്ടുള്ള ഒരു 5-6 വീഡിയോസേ ഞാൻ കാണിച്ചിട്ടുള്ളൂ. ഇനിയും തിരഞ്ഞാൽ ഇതിലധികം വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിൽ മുഖത്ത് ഒരു പാക്ക് വലിച്ചു വാരി ഇടുന്നുണ്ട്. രണ്ടാമത്തത് ഫേസിൽ പീൽ ഓഫ് മാസ്ക് ഇട്ട് വലിക്കുന്നുണ്ട്. മൂന്നാമത്തത് ഒന്നിലധികം സൺസ്ക്രീനുകൾ മുഖത്തിടുന്നുണ്ട്. 4-മത്തത് മേക്കപ്പ് ചെയ്യുന്നുണ്ട്. ഈ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് ഒന്നും നാച്ചുറൽ പ്രൊഡക്റ്റ് അല്ല. യൂസ് ചെയ്യുന്ന എല്ലാ പ്രൊഡക്റ്റും കെമിക്കൽ പ്രൊഡക്റ്റാണ്. കെമിക്കൽ പ്രൊഡക്റ്റ് ആകുമ്പം അതിൽ യൂസ് ചെയ്യുന്ന ഓരോ സാധനത്തിനും അതിൻ്റെതായ രീതിയിലുള്ള സൈഡ് എഫക്റ്റ് ഉണ്ട്. ഇപ്പോൾ ഗ്ലൈക്കോളിക് ആസിഡിൻ്റെ ഒരു പ്രൊഡക്റ്റ്, അതിൻ്റെ കൂടെ തന്നെ സാലിസിലിക് ആസിഡിൻ്റെ ഒരു പ്രൊഡക്റ്റ്, അതിൻ്റെ കൂടെ തന്നെ നിയാസിനമൈഡ്, അതിൻ്റെ കൂടെ തന്നെ വേറെ എന്തൊക്കെയോ ഉള്ള സാധനങ്ങൾ, ഇങ്ങനത്തെ സാധനങ്ങളെല്ലാം കൂടെ ഒരുമിച്ച് വന്നിട്ടുണ്ടെങ്കിൽ എന്താവും നമ്മളുടെ മുഖത്തിൻ്റെ അവസ്ഥ? നിങ്ങളൊന്ന് വളരെ കോമൺ സെൻസോടുകൂടി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഓൾറെഡി ഫേസിന് പ്രശ്നം, അതിൻ്റെ ഭാഗമായി ട്രീറ്റ്മെൻറ്റ് എടുത്തുകൊണ്ട് നിൽക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് മെഡിക്കേഷൻസോ അല്ലെങ്കിൽ സ്കിന്നിൽ അതിൻ്റെതായ കാര്യങ്ങൾ, ക്രീംസോ എന്തെങ്കിലും അപ്ലൈ ചെയ്തുകൊണ്ട് നിൽക്കുന്നതിൻ്റെ കൂട്ടത്തിൽ പ്രൊമോഷന് വേണ്ടിയിട്ട് ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ വലിച്ചു വാരി മുഖത്ത് തേച്ചിട്ട് എൻ്റെ മുഖം റെഡിയായില്ല, എൻ്റെ മുഖം നന്നായില്ല, അതിൻ്റെ കാര്യം ക്ലിനിക്കാണ് എന്ന് പറഞ്ഞതുകൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഞാൻ പറയുന്ന സാധനത്തെ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് പോകുക. കാരണം ഞാനത് ആലോചിച്ചു. ഞാൻ ഇവരുടെ ചാനലൊന്നും ഇങ്ങനെ ഇരുന്ന് അരിച്ച് പെറുക്കി കാണലൊന്നുമില്ല. കാരണം എനിക്ക് തന്നെ ഒരു തലവേദനിക്കും ചാനൽ കാണുമ്പോൾ. ഇന്ന് ഈ ഒരു ഡോക്ടർ വന്ന് മെസ്സേജ് അയച്ച് ഈ ഒരു കാര്യം മെൻഷൻ ചെയ്ത സമയം എനിക്ക് മിണ്ടാണ്ടിരിക്കാൻ തോന്നിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഇവരുടെ അക്കൗണ്ട് എടുത്തിട്ട് പരതിയപ്പോൾ എനിക്ക് ഇത്രയും സാമഗ്രികളാണ് എനിക്ക് കണ്ടു കിട്ടിയത്. ഇതിലും കൂടിയാലേ ഉള്ളൂ, ഇത് കുറവാണ്. ഇത്രയും സാമഗ്രികളാണ് എനിക്ക് കണ്ടു കിട്ടിയത്. ഇങ്ങനെയൊക്കെ ഈ 8 മാസത്തിനിടയിൽ ഇത്രയും ചെയ്ത ആളുടെ സ്കിന്നിന് എന്ത് മാറ്റം ഉണ്ടാവാനാ? അവർ ഓൾറെഡി സ്റ്റിറോയിഡുള്ള ക്രീം സ്റ്റോപ്പ് ചെയ്യാൻ വന്നു. ഇതിലുള്ള എത്ര ക്രീമിന് എന്തൊക്കെ സൈഡ് എഫക്റ്റ് ഉണ്ടല്ലോ, ഇതിൽ ചേർത്തിരിക്കുന്ന എത്ര ക്രീമിൽ ഏതൊക്കെ ക്രീം ഇതുമായിട്ട് ചേരില്ല, ലിങ്ക് ആവില്ല എന്നുള്ള കാര്യം നമുക്കറിയില്ല. അപ്പം ഇതിങ്ങനെയൊക്കെ യൂസ് ചെയ്ത് കാണിച്ചിട്ട് ഇതുമായിട്ട് വരുന്ന സമയത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ നമുക്ക് പറയാൻ പറ്റുമോ? ഇതാണ് എനിക്ക് പറയാനുള്ള ആദ്യത്തെ കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ഈ ഒരു സാധനത്തിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും 1, 2, 3 സൺസ്ക്രീനുകൾ ഈ കല്യാണി എന്ന് പറയുന്ന ഒരു ഇൻഫ്ലുവൻസർ കാണിച്ചിട്ടുണ്ട്. 3ഉം പെയ്ഡ് പ്രൊമോഷനാണ്, 3ഉം പ്രൊമോഷൻ വർക്കാണ്. 3ഉം ആള് കാലങ്ങളായി യൂസ് ചെയ്തിട്ട് എന്തോ ഒരു ഗുണം കണ്ട പോലെയാണ് ജനങ്ങളുടെ മുമ്പിലോട്ട് ഇടുന്നത്. കയ്യിൽ തേക്കുന്നു, ആപ്പിളിൽ തേക്കുന്നു, തേങ്ങ തേക്കുന്നു, മാങ്ങ തേക്കുന്നു, സ്റ്റിക്കർ ഇട്ട് തേക്കുന്നു, ഇങ്ങനെ വലിച്ച് വാരി തേച്ചിട്ടാണ് ആൾ കാണിച്ചിട്ടുള്ളത്. എല്ലാവരുടെ സ്കിന്നിനും ഒരുപാട് സൺസ്ക്രീനൊന്നും പറ്റില്ല. ഓരോ സ്കിന്നിനും ഓരോ സ്കിൻ കൺസേൺ ഉണ്ട്. ഈ സ്കിൻ കൺസേൺ അനുസരിച്ചിട്ട് മാത്രമേ ഈ പ്രൊഡക്റ്റ് ഓരോരുത്തരുടെ സ്കിന്നിൽ പറ്റൂ. ചിലപ്പോൾ എനിക്ക് ഓയിലി സ്കിന്നാണ്, എൻ്റെ ഫ്രണ്ടിന് ഓയിലി സ്കിന്നാണ്. ചിലപ്പോൾ അവളുടെ ഓയിലി സ്കിന്നിന് പറ്റുന്ന പ്രൊഡക്റ്റ് ചിലപ്പോൾ എൻ്റെ സ്കിന്നിൽ പറ്റണമെന്നില്ല. ഇതിങ്ങനെ വ്യക്തികളനുസരിച്ച്, സ്കിന്നനുസരിച്ച്, സ്കിൻ കൺസേൺ അനുസരിച്ച്, സ്കിൻ ഹെൽത്ത് അനുസരിച്ചിട്ടൊക്കെ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. അത് കൺഫേം ആയിട്ടുള്ള കാര്യമാണ്. കൺഫേം എന്ന് വെച്ചാൽ പക്ക കൺഫേം ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇവർ ഈ ഇൻഫ്ലുവൻസേഴ്സ് ടാഗിലിരുന്ന ആൾ തന്നെ വന്നിട്ട് ഒരുപാട് പ്രൊഡക്റ്റുകൾ ഒരുപാട് നേരം ഇങ്ങനെ വലിച്ചു വാരി പ്രൊമോട്ട് ചെയ്യുമ്പം നമ്മളെങ്ങനെ വിശ്വസിക്കും?
ഇതെങ്ങനെ വിശ്വസിക്കാൻ പറ്റും? ഇവർ പൈസയ്ക്ക് വേണ്ടി ഇവരുടെ സബ്സ്ക്രൈബേഴ്സിനെ പറ്റിക്കുക എന്ന് പറഞ്ഞാൽ അതിലൊരു ശരിയില്ലേ? ചിലപ്പോൾ ഇവരുടെ ഈ പറയുന്ന ഡയലോഗുകൾ കേട്ട് വിശ്വസിച്ചുകൊണ്ട് ഈ QR യൂസ് ചെയ്തിട്ടും പിന്നെ ഇവർക്ക് ഓരോരുത്തർക്കും ഓരോ കോഡുണ്ട്, KLY2341 അടിച്ചാൽ 10% ഓഫ് എന്ന് പറഞ്ഞാൽ ഈ കോഡ് ഉപയോഗിച്ചുകൊണ്ട് ഒരുപാട് പേര് ചിലപ്പോൾ ഈ പ്രൊഡക്റ്റ് വാങ്ങാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ വാങ്ങുന്ന ആൾക്കാരെ സംബന്ധിച്ചിട്ട് ഇവർക്കിത് പറ്റില്ലെങ്കിൽ ഇവരുടെ പൈസ നഷ്ടം വരില്ലേ? അല്ല, ഇത് ഇവർ യൂസ് ചെയ്തിട്ട് ഇവരുടെ സ്കിന്നിന് ചേർന്നില്ലെങ്കിൽ ഇഷ്യൂസ് വരില്ലേ? ഇനി ഈ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റിൽ തന്നെ എന്തെങ്കിലും ഡാമേജോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ, ഐ മീൻ കെമിക്കൽ കണ്ടൻറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അവരുടെ സ്കിന്നിന് ഇഷ്യൂ വരില്ലേ? സ്കിൻ ക്യാൻസർ മുതൽ നമ്മുടെ ബോഡിയിൽ പല രീതിയിൽ കിഡ്നിക്ക് വരെ പ്രശ്നം വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എന്ത് ബേസിസിലാണ് ഈ വ്ളോഗേഴ്സ് ഇങ്ങനത്തെ തരത്തിലുള്ള പ്രൊഡക്റ്റുകൾ പ്രൊമോട്ട് ചെയ്യുന്നത്? ഇവർക്ക് എവിടെ നിന്നാണ് ഇതിൻ്റെ നോളജ് കിട്ടിയത്? ഇവർക്ക് എവിടെ നിന്നാണ് ഇങ്ങനത്തെ പ്രൊഡക്റ്റ് പ്രൊമോട്ട് ചെയ്യാനുള്ള സർട്ടിഫിക്കറ്റ് കിട്ടിയത്? ഇവരാരും ക്വാളിഫൈഡ് ഡോക്ടറല്ല. പിന്നെ ഇവർ എന്തിൻ്റെ ബേസിസിലാണ്? ഇതൊരു പ്രൊമോഷനാണ്. ഇവരെന്ന് വെച്ചാൽ 1.4 അല്ലെങ്കിൽ 1.3 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഉള്ള യൂട്യൂബേഴ്സാണ്. ഇവരുടെ ഓരോ വീഡിയോസിനും 3 lakh 4 lakh 1 lakh എബവ് വ്യൂസാണുള്ളത്. അപ്പോൾ ഇത്രയും കാണുന്ന ആൾക്കാരിൽ ഒരു 10% ആൾക്കാർ പ്രോപ്പർ നോളജ് ഇല്ലാത്ത, പ്രോപ്പർ എഡ്യൂക്കേറ്റഡ് അല്ലാത്ത, ഇവരെയൊക്കെ അന്ധമായി ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ അവരിലോട്ട് ഇവർ സ്പ്രെഡ് ചെയ്യുന്നത് വെറും ഫാൾസ് മെസ്സേജസ് അല്ലേ? ദിസ് ഇസ് മൈ ക്വസ്റ്റ്യൻ നമ്പർ 2. ഇനി എൻ്റെ തേർഡ് ക്വസ്റ്റ്യൻ, ഞാൻ 2 റീൽസ് സൈഡിൽ കൂടെ കൊടുക്കാം. രണ്ടും ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും വളരെ ഫേമസ് ആയിട്ടുള്ള 2 ആൾക്കാരാണ്. ഈ 2 പേരുടെയും വോയിസ് ഞാൻ ഇടുന്നില്ല, പക്ഷേ ഈ 2നും പോകുന്ന കണ്ടൻറ്റ് ഒരുപോലെയാണ് അല്ലേ? ആപ്പിൾ പോകുന്നുണ്ട്, കയ്യിൽ സ്റ്റിക്കർ പോകുന്നുണ്ട്. അപ്പോൾ ഇതെന്ത് കളിയാ? എനിക്ക് അറിയാൻ പാടില്ലായിട്ട് ചോദിക്കാം. ഞാനിപ്പോൾ ഒരു പ്രൊഡക്റ്റ് കിട്ടി, എനിക്കത് യൂസ് ചെയ്യാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എൻ്റെ മുമ്പിൽ ഇപ്പോൾ കിട്ടിയ ലിപ്സ്റ്റിക്കാണ്. ഈ ലിപ്സ്റ്റിക്ക് എങ്ങനെയാണ് എൻ്റെ വീഡിയോയിലുള്ള ആൾക്കാർക്ക് പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളത് എൻ്റെ പേഴ്സണൽ ഇഷ്ടമാണ്. അപ്പോൾ ഈ സോ കോൾഡ് ഇൻഫ്ലുവൻസേഴ്സ് ഇങ്ങനെ ഒരു ലിപ്സ്റ്റിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആദ്യം ഇവർ എന്ത് ചെയ്യണം? കയ്യിലൊക്കെ വരച്ച് നോക്കി, ചുണ്ടിലൊക്കെ വരച്ച് നോക്കി, ട്രാൻസ്ഫർ ആവുന്നുണ്ടോ എന്നൊക്കെ നോക്കിയിട്ടല്ലേ ഇവർ ചെയ്യുക. അപ്പോൾ ഓരോരുത്തർക്കും എൻ്റെ കയ്യിലായി ഓരോരുത്തർക്കും ഓരോ സ്റ്റൈലല്ലേ, ഓരോ രീതിയല്ലേ? എങ്ങനെയാണ് എല്ലാ ഇൻഫ്ലുവൻസേഴ്സിനും ഒരേ സ്റ്റൈലും ഒരേ രീതിയും വരിക? അതാണ് ഞാൻ പറഞ്ഞത്, പെയ്ഡ് പ്രൊമോഷൻ. ഇവർ പൈസ വാങ്ങുന്നു, എന്നിട്ട് ഇവർ ആ പ്രൊഡക്റ്റ് അവർ പറഞ്ഞ പോലെ അങ്ങ് മാർക്കറ്റ് ചെയ്യുന്നു. അവർ പറഞ്ഞതായിരിക്കും ഈ ആപ്പിൾ പിടിക്കാനും വെള്ളത്തിലിട്ട് കലക്കാനും കയ്യിൽ ഇതാക്കാനും. അപ്പോൾ അവർ പറഞ്ഞതുപോലെ ഇവർ ആ സാധനം അങ്ങ് ചെയ്ത് കാണിക്കുന്നു. അപ്പം കമ്പനി എന്താണോ ആഗ്രഹിക്കുന്നത് ആ ആഗ്രഹിക്കുന്ന രീതിക്കനുസരിച്ച് ഇവർ ആ സാധനം അങ്ങ് ചെയ്യുക. ഇവരെത്രത്തോളം യൂസ് ചെയ്തല്ലോ, ഇവർ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ 1 മാസം കണ്ടിന്യൂസ് ആയിട്ട് ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നത്, 1 മാസം കണ്ടിന്യൂസ് ആയി യൂസ് ചെയ്യുന്ന സാധനത്തിൻ്റെ റിവ്യൂ ഇവരിടണം. പല സിറ്റുവേഷനും പല സിനാരിയോയിലും എന്നാൽ നമുക്ക് വിശ്വസിക്കാം. ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ നിങ്ങൾ അടിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ യൂട്യൂബിൽ ചെയ്തിട്ടുള്ള എല്ലാ പെയ്ഡ് പ്രൊമോഷൻ ചെയ്യുന്ന ആൾക്കാരും ഇത് തന്നെയാണ് ചെയ്തത്. ആപ്പിൾ വെള്ള സ്റ്റിക്കർ ഒരു വ്യത്യാസമില്ല. അപ്പോൾ എന്താണിത്? ഇത് എന്ത് കൈൻഡ് ഓഫ് പ്രൊമോഷനാണ്? ഇവിടെ എന്ത് പ്രൊമോഷനാണ് നടക്കുന്നത്? ഈ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന എല്ലാവർക്കും ഇതിനെക്കുറിച്ച് വലിയ വിവരവും ബോധമൊന്നുമില്ല. ഞാൻ ഇവരുടെ ഒക്കെ വ്ളോഗ് കാണുന്നുണ്ടെങ്കിൽ ഇവരൊക്കെ സജസ്റ്റ് ചെയ്ത് ഒരു പ്രൊഡക്റ്റ് പോലും ഞാൻ വാങ്ങി ഉപയോഗിച്ചിട്ടില്ല. ഞാൻ ഉപയോഗിച്ചിട്ടില്ല. ഞാൻ ഇന്നേ വരെ എൻ്റെ ലൈഫിൽ യൂസ് ചെയ്യുന്ന ഒരു മോയ്സ്ചറൈസർ ഏതാണെന്ന് ചോദിച്ചാൽ അലോവേറ ജെല്ല. ഞാൻ അത് മാറ്റി പോലും ഇന്നേ വരെ മാറ്റി യൂസ് ചെയ്തിട്ടില്ല. സൺസ്ക്രീൻ എനിക്ക് ഡോക്ടർ റെക്കമെൻഡ് ചെയ്തിട്ടുള്ളൊരു സാധനം. എനിക്കത് മാറ്റാൻ പോലും എനിക്ക് തോന്നിയില്ല. കാരണം ഏതോ ഒരു പ്രൊഡക്റ്റ് മാറ്റി യൂസ് ചെയ്ത സമയത്ത് എനിക്ക് കിട്ടിയത്. ഞാൻ ഇനി അടുത്തത് ഞാൻ പ്ലാൻ ചെയ്യുന്നത് കുറേ പ്രൊഡക്റ്റുകൾ താഴെ കമൻറ്റ് ചെയ്യുക, ഇവർ പ്രൊമോട്ട് ചെയ്യുന്നത് ഞാൻ വാങ്ങി അത് യൂസ് ചെയ്തിട്ട് എൻ്റെ ആക്ച്വൽ അഭിപ്രായം ഞാൻ പറയും. കാരണം എന്തൊക്കെ ഇവർ കാണിച്ചു കൂട്ടുന്നതെന്ന് അറിയില്ല. അപ്പോൾ ഈ രീതിയിലും ഇവർ ഫേക്ക് ചെയ്ത് കുറേ കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. കാരണം ഞാൻ ഇതിലോട്ടൊന്ന് ആഴ്ന്നിറങ്ങിയ സമയത്താണ് ഇതിനെക്കുറിച്ചിട്ടൊക്കെ മനസ്സിലായത്. അപ്പോൾ ഈ 3 പോയിന്റ് എനിക്ക് പറയണം തോന്നി. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ രേഖപ്പെടുത്തി. ഇനി എൻ്റെ ഡോക്ടർ എന്നോട് സംസാരിച്ചിട്ടുള്ള ആ ഓഡിയോസിലോട്ട് പോകാം. ബ്യൂട്ടി ഹായ്, ഞാനൊരു MBBS ഡോക്ടറാണ്. എനിക്ക് ഉള്ള ഒരു കൺസേൺ പബ്ലിക്കിലോട് പറയണം തോന്നി, അതാണ് ഞാനിപ്പോൾ ഷെയർ ചെയ്യുന്നത്. മൈ വേ ബൈ കല്യാണി എന്ന യൂട്യൂബ് ചാനലിൽ ബ്യൂട്ടി പ്രോഡക്റ്റ് പ്രൊമോഷനെ പറ്റി എനിക്ക് സംസാരിക്കാനുള്ളത്. പുള്ളിക്കാരത്തി റീസെൻ്റ്ലി ഇട്ട ഒരു ഇഷ്യൂവിൽ എനിക്ക് പറയാനുള്ളത്, ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ആ ക്ലിനിക്കായിട്ട് ഒട്ടും കണക്റ്റഡ് അല്ല, എൻ്റെ ഫ്രണ്ട്സും അല്ല അവരാരും. സോ എനിക്ക് പറയാനുള്ളത്, ഷീ മെൻഷൻഡ് അബൌട്ട് 8 months ആയിട്ടും അണ്ടർഗോയിങ് ട്രീറ്റ്മെൻറ്റ് ഇൻ ദ ക്ലിനിക് എന്നാണ്. ഈ 8 months ട്രീറ്റ്മെൻറ്റ് അണ്ടർഗോ ചെയ്തപ്പം
ഈ പുള്ളിക്കാരത്തിയുടെ യൂട്യൂബ് ഷോർട്സിൽ ജസ്റ്റ് ഒന്ന് ബാക്കിലോട്ട് പോയപ്പോൾ തന്നെ ഞാൻ കണ്ടതാണ് ബ്യൂട്ടി പ്രോഡക്ട്സ് മാസ്ക് ഒക്കെ ഇങ്ങനെ ചാനൽ വഴി പ്രൊമോട്ട് ചെയ്തേക്കുന്നത്. ഈ 8 months ട്രീറ്റ്മെൻറ്റ് അണ്ടർഗോ ചെയ്യുന്ന ആൾ മറ്റ് പ്രോഡക്ട്സും യൂസ് ചെയ്യുന്നുണ്ട്. അത് വെരി എവിഡൻ്റ് ആണ്. ഈ പ്രോഡക്ട്സ് പ്രൊമോട്ട് ചെയ്യുമ്പോൾ മുഖത്ത് അപ്ലൈ ചെയ്തിട്ടാണ് പ്രൊമോട്ട് ചെയ്യുന്നത്. സോ റിസൾട്ട് കിട്ടിയില്ല എന്ന് പറയുമ്പം എങ്ങനെയാണ് ക്ലിനിക്കിൻ്റെ പ്രോബ്ലം മാത്രമാകുന്നത്? ഈ അപ്ലൈ ചെയ്ത പ്രോഡക്ട്സും ഒക്കെ അതിൻ്റെ ഒരു സൈഡ് എഫക്ട്സ് ആണെങ്കിലോ? അപ്പോൾ ആധികാരികമായി അതാണ് പ്രശ്നം, ആ ഡോക്ടറാണ് പ്രശ്നം. ഈ MBBSും BDS എന്ന് പറയുന്നത് ചുമ്മാ അങ്ങിരുന്ന് കിട്ടുന്ന ഒരു കാര്യമല്ല. ഇത്രയും വർഷം കുട്ടികളിരുന്ന് പഠിച്ചിട്ട് കിട്ടുന്ന ഒരു കോഴ്സാണിതൊക്കെ. അപ്പം എനിക്ക് പബ്ലിക്കിനോടാണ് പറയാനുള്ളത്, ഈ ബ്യൂട്ടി വ്ളോഗേഴ്സ് പറയുന്നതും കേട്ടിട്ട് നമ്മൾ ഓരോ പ്രോഡക്റ്റ്സ് യൂസ് ചെയ്യുമ്പം നമുക്ക് തന്നെയാണ് നഷ്ടം വരുന്നത്. എന്തെങ്കിലും നമ്മുടെ സ്കിന്നിന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ, ബിക്കോസ് ഇവർക്ക് ഇതൊക്കെ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ട്രീറ്റ്മെൻറ്റ് അണ്ടർഗോ ചെയ്യാനും അതിൻ്റെ എക്സ്പെൻസ് കവർ ചെയ്യാനും ഇവരെ കൊണ്ട് പറ്റും. പക്ഷേ ഒരു സാധാരണക്കാരന് ഇത് പറ്റണമെന്നില്ല. ഇത് ഒരു ഒട്ടും എഡ്യൂക്കേറ്റഡ് അല്ലാത്തതും അല്ലെങ്കിൽ ഇതിനെപ്പറ്റി വലിയ അറിവില്ലാത്ത ആൾക്കാരായിരിക്കും ഇവരെ ഫോളോ ചെയ്ത് ഈ പ്രോഡക്റ്റ്സ് ഒക്കെ യൂസ് ചെയ്യുന്നതും. പക്ഷേ നിങ്ങളുടെ സ്കിൻ ഡാമേജ് ആയാൽ നിങ്ങൾക്കാണ് പോയത്. നിങ്ങൾക്ക് വന്ന ഡാമേജ് കവർ ചെയ്യാനോ ഇൻഫ്ലുവൻസേഴ്സ് ആരും വരില്ല. എപ്പോഴും ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തിട്ട് വേണം നിങ്ങളുടെ സ്കിൻ കൺസേൺസ് നിങ്ങൾ ഡിസൈഡ് ചെയ്യാൻ എന്ത് പ്രോഡക്റ്റ് യൂസ് ചെയ്യണം, എന്ത് ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടതെന്ന്. പിന്നെ ഞാൻ കണ്ടത് എൻ്റെ പ്രൈസ് പാക്കേജസിനെ പറ്റി പുള്ളിക്കാരത്തി പറയുന്നതാണ്. ഈ പ്രൈസ് പാക്കേജസ് ഓൾറെഡി നമ്മൾ എഗ്രിമെൻറ്റിൽ സൈൻ ചെയ്തിട്ടാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ വെറുതെ അലിഗേഷൻ പറയുമ്പം ലീഗലി അവർ ഡിസ്പ്യൂട്ട് ചെയ്യുന്നുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. സോ ഞാൻ കൂടുതൽ ഒപ്പീനിയൻ പറയുന്നില്ല. But this is to the public. Please don't use products which are promoted by the beauty influencers. Unless അതൊരു ഡോക്ടർ ആണെങ്കിൽ you can try it out. ഇതാണ് എനിക്ക് അയച്ചിട്ടുള്ള ഓഡിയോ. വളരെ വ്യക്തമായിട്ട് കേട്ടിട്ടുണ്ടാവും എന്ന് മനസ്സിലാവുന്നു. അത് തന്നെയാണ് എൻ്റെ വീഡിയോ കാണുന്ന നിങ്ങളോടും എനിക്ക് പറയാനുള്ളത്. ഇവരാരും സ്കിൻ ഡോക്ടറോ അല്ലെങ്കിൽ MBBS BDS എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞ് MBBS BDS എടുത്തതോ ഡെർമറ്റോളജിസ്റ്റോ അല്ല. ഇവർ പക്ക പൈസ കിട്ടി ആ പൈസയ്ക്ക് വേണ്ടി മാത്രം പ്രൊമോഷൻ ചെയ്യുന്ന ഒരു കാറ്റഗറി ഓഫ് ആൾക്കാരാണ്. ഇവർക്ക് ഈ ഒരു പ്രൊഡക്റ്റ് കാണിക്കുന്നതിന് 5000 തൊട്ടിട്ട് 50,000 വരെ വാങ്ങാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ഇവരുടെ ഒരു പ്രൊഡക്റ്റ് വഴി ഒരു 10 ആൾ വാങ്ങിയാൽ അവർക്ക് കച്ചവടം കിട്ടും. ആ കച്ചവടത്തിന് വേണ്ടി പൈസ കൊടുത്ത് നിൽക്കുന്ന ഒരു കാറ്റഗറി ഓഫ് ആൾക്കാരാണ്. ഇവർക്ക് ഈ പ്രൊഡക്റ്റിനെ കുറിച്ചോ അതിൻ്റെ ക്വാളിറ്റീനെ കുറിച്ചിട്ടോ അത് യൂസ് ചെയ്താൽ എന്ത് സംഭവിക്കും എന്നുള്ള കാര്യത്തെക്കുറിച്ചോ ഒന്നും അറിയില്ല. അപ്പോൾ അതുകൊണ്ട് ഈ കാറ്റഗറി ഓഫ് ആൾക്കാർ പ്രൊമോട്ട് ചെയ്യുന്ന പ്രൊഡക്ട്സുകൾ വാങ്ങാതെ നിൽക്കാൻ ശ്രമിക്കുക. ആൻഡ് സെക്കൻഡ് തിങ്, ഇതിൽ പറഞ്ഞതുപോലെ ചില പാവങ്ങൾ ഈ പ്രൊഡക്റ്റ് വാങ്ങി യൂസ് ചെയ്ത് ഇവരുടെ സ്കിന്നിന് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ സ്കിൻ ട്രീറ്റ്മെൻറ്റ് പോവുക എന്ന് പറഞ്ഞാൽ വളരെ എക്സ്പെൻസീവാണ്. ഒരുപാട് ട്രീറ്റ്മെൻറ്റ് വെച്ച് നോക്കുമ്പോൾ ഏറ്റവും എക്സ്പെൻസീവ് സൈഡ് ഓഫ് ട്രീറ്റ്മെൻറ്റ് ഏതാ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഡെർമറ്റോളജിസ്റ്റിനെ കണ്ടിട്ടുള്ള സ്കിൻ ട്രീറ്റ്മെൻറ്റ് ആണ്. ഞാൻ ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കണ്ടിട്ട് ഒരു മാസം ഞാൻ യൂസ് ചെയ്തത് 4000 റുപ്പീൻ്റെ പ്രൊഡക്റ്റാണ്. അതിലൊരു 30 ml പ്രൊഡക്റ്റ്, ഒരു മോയ്സ്ചറൈസർ, ഒരു സൺസ്ക്രീന് മാത്രമാണെങ്കിൽ 4000 റുപ്പീസ് വന്നത്. ഞാൻ 2 months കണ്ടിന്യൂ ചെയ്തു. അതിനുള്ളിൽ ഞാനങ്ങ് സ്റ്റോപ്പ് ചെയ്താണ്. കാരണം എന്നെക്കൊണ്ട് ആവില്ല ഇത്ര പൈസ കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനത്തെ വല്ല പ്രൊഡക്റ്റും വാരി യൂസ് ചെയ്ത് മുഖത്ത് എന്തെങ്കിലും പണി കിട്ടിയിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള പൈസ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. ഇനി ഞാൻ എന്തിനാണ് ഡെർമറ്റോളജിസ്റ്റിനെ കണ്ടേ എന്ന് ചോദിക്കേണ്ട. ഞാനിപ്പോൾ ഈ ഒരു ഏജ് ആയപ്പോഴാണ് എൻ്റെ സ്കിൻ ഇങ്ങനെ ആയത്. ഞാൻ ടിൽ +2 വരെ എൻ്റെ ഫേസ് കംപ്ലീറ്റ് പിമ്പിൾസ് ആയിരുന്നു, കാണാൻ പറ്റാത്ത രീതിയിൽ. അപ്പം ഞാനത് എന്ത് ചെയ്യും എന്ന് അറിഞ്ഞ് കാണിച്ചതാണ്. ഇപ്പം കറൻലി എനിക്ക് മനസ്സിലായി ഇതൊരു ടീനേജ് പ്രായത്തിൻ്റെയാണ്, അത് കഴിയുമ്പോൾ അത് താനേ മാറിക്കോളും എന്നുള്ളത്. പണ്ട് വന്ന് കുരുവിയുടെ പാടൊക്കെ കാണാം. ഇപ്പോഴും എൻ്റെ സ്കിൻ ഇടയ്ക്കിടയ്ക്ക് തരിതര കുരുകളുണ്ട്. ഞാനൊന്നും ചെയ്യലില്ല, ഞാൻ അവിടെ അങ്ങ് വിട്ടാണ്. റെഡി ആവട്ടെ എന്നുണ്ട്. പിന്നെ കുറച്ച് നാച്ചുറൽ റെമഡീസ് ആയിട്ടുള്ള കടലപ്പൊടി, അരിപ്പൊടി, കാപ്പിപ്പൊടി, ഈ പൊടികളൊക്കെയാണ് വാരി ഞാൻ തേക്കൽ. അപ്പം അത് വളരെ വാലിഡ് ആയിട്ടുള്ള ഒരു പോയിൻ്റാണ്. പിന്നെ മറ്റേ പോയിൻ്റ് ഞാൻ വിത്ത് പ്രൂഫ് നിങ്ങളുടെ അടുത്ത് ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തു. ഇനി രണ്ടാമതാണ് പറഞ്ഞൊരു കാര്യമുണ്ട്. ഹിയർസി ആയതുകൊണ്ടാണ് ഞാൻ കൂടുതൽ മെൻഷൻ ചെയ്യാത്തത്. പുള്ളിക്കാരത്തി ഷെയർ ചെയ്ത ചില പ്രോഡക്ട്സിൽ സ്റ്റെറോയിഡ് ഉണ്ട്. ഈ സ്റ്റെറോയിഡ് യൂസ് ചെയ്തിട്ടാണ് പുള്ളിക്കാരത്തിക്ക് സ്കിൻ കണ്ടീഷൻ വന്നതെന്ന് തന്നെ ആ ക്ലിനിക്ക് പറയുന്നുണ്ട്. അപ്പോൾ ഈ സ്റ്റെറോയിഡ് എന്ന് പറയുന്ന സാധനം ഡോക്ടറിന് പ്രിസ്ക്രൈബ് ഇല്ലാതെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ല. അപ്പം നമ്മളൊരു സ്റ്റെറോയിഡ് നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ സ്റ്റോപ്പ് ചെയ്യുന്നത് തന്നെ അതിൻ്റേതായ ടൈം എടുത്ത്
ഇങ്ങനെ ടേപ്പർ ചെയ്യാന്ന് പറയും, ഡോസ് കുറച്ച് കൊണ്ടുവരാമെന്ന് പറയും. അങ്ങനെയാണ് നമ്മളിത് മെഡിക്കലി മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അപ്പം ഇതൊന്നും അറിയാതെ യൂസ് ചെയ്തിട്ടാണ് പുള്ളിക്കാരത്തേക്ക് ഫസ്റ്റ് സ്കിൻ കണ്ടീഷൻ വന്നതെന്ന് തന്നെയാണ് ക്ലിനിക്ക് പുറത്തു വിട്ടേക്കുന്നത്. അപ്പം ഞാൻ പറയുന്നത് ഇതിപ്പം എങ്ങനെ ആഡ് ചെയ്യാമെന്ന് എനിക്കറിയില്ല. എനിക്ക് ലൈക്ക് ആധികാരികമായി പറയാനും അറിയില്ല, ബിക്കോസ് ഹർ ക്ലെയിം ഹാസ് നോട്ട് യെറ്റ് കം ഔട്ട്. ഇതും ക്ലിയർ ആയല്ലോ. എനിക്ക് ഒന്നാമത് ആൾ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് എല്ലാം വാങ്ങാൻ എന്നെക്കൊണ്ട് വയ്യ. എല്ലാം 400, 500, 600 റേറ്റുള്ള സാധനമാണ്. ഇത് വാങ്ങി നോക്കിയിട്ട് എനിക്ക് പ്രത്യേകിച്ച് ഇതുകൊണ്ട് ഒരു ഉപകാരമില്ല. കാരണം എൻ്റെ സ്കിന്നിന് പറ്റില്ല. ഇല്ലെങ്കിൽ ഞാൻ ഈ സാമഗ്രികളൊക്കെ ഒന്ന് വാങ്ങി നോക്കി ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ എന്തൊക്കെയാണ്, എത്രയാണ് അളവ്, എങ്ങനെയാണ്, എന്തൊക്കെയാണ് ഇരുന്ന് റെഫർ ചെയ്യായിരുന്നു. എന്തായാലും കെമിക്കൽ സാധനമാണ് വലിച്ചു വാരി മുഖത്ത് തേക്കുന്നത്. അപ്പോൾ അതിനെന്തായാലും അതിൻ്റെതായ രീതിയിലുള്ള സൈഡ് എഫക്റ്റ് ഉണ്ടാവും. അപ്പം പിന്നെ ലാസ്റ്റ് ഓഡിയോയിൽ മെൻഷൻ ചെയ്ത ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. ട്രീറ്റ്മെൻറ്റ് കോഴ്സിന് പോകുന്ന സമയത്ത് അതിൻ്റെ പേയ്മെൻറ്റും കാര്യങ്ങളും പറഞ്ഞു. അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിലും ഞാനത് പറഞ്ഞതാണ്. അപ്പോൾ എനിക്ക് അതിൻ്റെ താഴെ വന്നൊരു കമൻറ്റ്, ഞാനിപ്പോൾ അത് എടുത്ത് നോക്കുന്നില്ല, നിങ്ങൾക്ക് കണ്ടാൽ അറിയാം. എന്താണ്, ചില ക്ലിനിക്ക് പോയി ട്രീറ്റ്മെൻറ്റ് എടുക്കുമ്പോൾ എന്തോ ബില്ല് തരില്ലാന്നോ അങ്ങനെ എന്തൊക്കെയോ ഒരു സാമഗ്രികൾ പറഞ്ഞു. എടോ അത് എനിക്കറിയില്ല. ഞാൻ പോയിട്ടുള്ള സ്ഥലങ്ങളിൽ ഞാനൊരു പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ എനിക്കതിൻ്റെ ബില്ല് അവർ നിന്ന് തന്നിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെത് ഒരു ഹോസ്പിറ്റൽ സെറ്റിംഗ് ആണ്. ഈ ഹോസ്പിറ്റലിൽ പേഷ്യൻ്റ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പം അവരിപ്പോൾ ഒരു അഡ്വാൻസ് ആയിട്ട് ഒരു 10,000 റുപ്പീസ് അടച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അഡ്വാൻസ് 10,000 അടിച്ചതിൻ്റെ ഒരു പേയ്മെൻറ്റിൻ്റെ ബില്ല് ഓഫ് കോഴ്സ് നമ്മൾ കൊടുക്കും. അത് കഴിഞ്ഞ് ഡിസ്ചാർജ് ആവുന്ന സമയത്താണ് വലിയ ബില്ല് കൊടുക്കുക. ഇത്ര കാലം ഇത്ര പേയ്മെൻറ്റ് ഇത് ഇന്നത് എന്ന് പറഞ്ഞിട്ടുള്ള ബില്ല്. അപ്പോൾ അതുപോലെ എന്തെങ്കിലുമൊക്കെ ഒരു പേയ്മെൻറ്റ് അടച്ചിട്ടുണ്ടെങ്കിൽ വെറുതെ പൈസ കൊടുത്ത് അങ്ങ് ഇറങ്ങി പോവുകയാണോ ചെയ്യുന്നത്. അവിടെ ബില്ല് കിട്ടുന്നില്ലെങ്കിൽ ചോദിക്കാത്ത കല്യാണീൻ്റെ തെറ്റാ. കല്യാണി ചോദിക്കണ്ടേ? ഒരു 10 രൂപ അടയ്ക്കുമ്പോൾ ചോദിക്കണ്ടേ? പിന്നെ അതുപോലെ തന്നെ നമ്മളൊരു ട്രീറ്റ്മെൻറ്റിന് പോകുന്ന സമയത്ത് ആ ട്രീറ്റ്മെൻറ്റിന് എത്ര പേയ്മെൻറ്റ് വേണ്ടി വരും എന്നുള്ള കാര്യം ഓഫ് കോഴ്സ് അവിടെ പറയും. ഇപ്പോൾ ഇവിടെ ഒരു അഡ്മിഷൻ, എനിക്ക് എൻ്റെ ഇവിടുത്തെ കേസ്, ഇവിടെ ഒരു അഡ്മിഷൻ വരുന്ന സമയത്ത് അവർ ഫസ്റ്റ് ചോദിക്കുക എത്രയാണ് പേയ്മെൻറ്റ് എന്നാണ്. അപ്പോൾ നമ്മൾ അവരുടെ അടുത്ത് ആ പേയ്മെൻറ്റ് പറയുന്നുണ്ട്. ആ പേയ്മെൻറ്റ് ഓക്കെ ആയിട്ടുള്ള ആൾക്കാർ മാത്രമേ ഇവിടെ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നുള്ളൂ. ഓക്കെ അല്ലാത്ത ആൾക്കാർ ഇത്ര അഫോർഡ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അവർക്ക് നമ്മൾ ഗവൺമെൻറ് സ്ഥാപനങ്ങളും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പം അറിയില്ല എന്തിനാണ് ഇങ്ങനെ പറഞ്ഞത്, എന്തിനാണ് കാണിച്ചത്. പിന്നെ എനിക്ക് മനസ്സിലായൊരു കാര്യം, ഭയങ്കര ഹേറ്റ് ഈ പെർട്ടിക്കുലർ ആൾക്കുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ വീഡിയോ ഇട്ട സമയത്ത് വീഡിയോയുടെ താഴെ വന്ന കമൻറ്റ്സ് ആണെങ്കിലും എനിക്ക് വരുന്ന DMs ആണെങ്കിലും, കാരണം എത്രയോ ഇങ്ങനത്തെ വ്ളോഗേഴ്സ് ഉണ്ട്, കല്യാണി മാത്രമല്ല ഒരുപാട് പേരുണ്ട്. അവർക്ക് ആർക്കും ഇല്ലാത്തൊരു ഹേറ്റാണ് ഈ പെർട്ടിക്കുലർ ആൾക്ക് പോകുന്നത്. ഐ ഡോണ്ട് നോ വൈ. ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയണമെന്ന് തോന്നി. അപ്പോൾ അത് പറയാനാണ് വീഡിയോ എടുത്തത്. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റിൽ കൂടെ രേഖപ്പെടുത്തുക. അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ഇറ്റ്സ് ബൈ ഫ്രം അമ്മി അൺഫിൽറ്റേർഡ്.